സാധ്യമാക്കിയതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കേന്ദ്ര കമ്മിറ്റി യോഗം അഭിനന്ദിക്കുകയുണ്ടായി. അതിദാരിദ്ര്യത്തിനെതിരായ വിജയം പുരോഗമന രാഷ്ട്രീയത്തിലും അധികാര വികേന്ദ്രീകൃത ഭരണ നിർവഹണത്തിലും അവകാശാധിഷ്ഠിത സമീപനത്തിലും അടിസ്ഥാനപ്പെട്ട കേരള വികസന മാതൃകയുടെ കാര്യക്ഷമതയുടെ തെളിവാണ് എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കേരളം ഈ വിജയം കൈവരിച്ചത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുന്ന യൂണിയൻ സർക്കാരിൻ്റെ നയങ്ങളുടെയും കേരളത്തിനെതിരായി പ്രത്യേകിച്ച് നിരന്തരം സംഘടിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക യുദ്ധത്തിൻ്റെയും മധ്യത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ നേട്ടം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. കാരണം അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും വെല്ലുവിളികളുടെ നടുവിലും മെച്ചപ്പെട്ട ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും തെളിവാണ്. BJP നയിക്കുന്ന യൂണിയൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്യില്ല എന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ കേന്ദ്ര കമ്മിറ്റി അഭിനന്ദിച്ചു. തൊഴിലാളികളോട് ആഭിമുഖ്യമുള്ള കേരള സർക്കാരിൻ്റെ സമീപനമാണ് അത് വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ചരിത്രപരമായ മൂന്നാം ഊഴത്തിലേക്ക് തെരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും കേന്ദ്ര കമ്മിറ്റി പ്രകടിപ്പിച്ചു. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഈ ഓരോ സംസ്ഥാനവും ഏതു തരത്തിൽ സംഘടനാപരവും രാഷ്ട്രീയവുമായ തയ്യാറെടുപ്പുകൾ നടത്തി എന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തുകയും ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിജയത്തിനായി അതിൻ്റെ നേട്ടങ്ങളിലൂന്നിയ പ്രചാരണത്തിലൂടെ പാർട്ടി പ്രവർത്തിക്കും. BJP നയിക്കുന്ന യൂണിയൻ സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട വിഭവങ്ങൾ നിഷേധിക്കുന്നതിനെയും അങ്ങനെ സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയും ഫെഡറലിസത്തിനെതിരായ നീക്കങ്ങളെയും തുറന്നുകാട്ടും. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഫെഡറലിസത്തെ അട്ടിമറിക്കാൻ നടത്തപ്പെടുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് വരുത്തുന്ന വീഴ്ചയെയും പാർട്ടി തുറന്നുകാട്ടും. പ്രത്യേകിച്ച് കേരളത്തിൽ RSS BJPക്കെതിരായ ആശയ സമരത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന പോരായ്മയെയും ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടി തുറന്നുകാട്ടും. ബംഗാളിൽ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും പരാജയത്തിനായി പാർട്ടി പ്രവർത്തിക്കും. അവർക്കെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുന്ന എല്ലാ ശക്തികളെയും ഒന്നിച്ച് അണിനിരത്താനും അവിടെ ബംഗാളിൽ പാർട്ടി ശ്രമിക്കും. തമിഴ്നാട്ടിൽ BJPയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്താൻ DMKയുടെയും സഖ്യകക്ഷികളുടെയും ഒപ്പം CPIM പ്രവർത്തിക്കും. ആസാമിൽ രൂക്ഷമായ വർഗീയ വിഭജനം നടത്തുന്ന BJP സർക്കാരിനെ പരാജയപ്പെടുത്തുന്നതിനായി എല്ലാ BJP വിരുദ്ധ പാർട്ടികളെയും ശക്തികളെയും സഹകരിപ്പിക്കും. പുതുച്ചേരിയിൽ BJP മുന്നണി സർക്കാരിനെ പരാജയപ്പെടുത്താനായി പാർട്ടി പരിശ്രമിക്കും.
ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായ നിരവധി നിയമങ്ങൾ മതിയായ ചർച്ചകൾ അനുവദിക്കാതെ പാസാക്കിയെടുക്കാനുള്ള അവസരമായാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തെ BJP നയിക്കുന്ന യൂണിയൻ സർക്കാർ ദുരുപയോഗപ്പെടുത്തിയത്. 4 ലേബർ കോഡുകൾ സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കപ്പെട്ടു കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ അത് പ്രാബല്യത്തിൽ വരും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തെ VB ശ്രീരാംജി നിയമം കൊണ്ട് പകരം വെച്ച് വിത്ത് ബിൽ അവതരിപ്പിച്ചു. വൈദ്യുതി ഭേദഗതി ബില്ലിന്റെ അവതരണത്തിനുള്ള തയ്യാറെടുപ്പും ഒക്കെയായി വിവിധ വിഭാഗം ജനങ്ങൾക്ക് നേരെ അതിതീക്ഷ്ണമായ ആക്രമണ പരമ്പരകളാണ് മോഡി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ലേബർ കോഡുകൾ അടിസ്ഥാന ഉൽപാദന വർഗമായ തൊഴിലാളി വർഗത്തിന് നേരെയുള്ള നഗ്നമായ കടന്നാക്രമണമാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേര് മാറ്റി മഹാത്മാഗാന്ധിയെ ഈ പദ്ധതിയിൽ നിന്നും തുടച്ചു മാറ്റുക എന്നതാണ് അവർ ചെയ്ത വലിയ കുറ്റകൃത്യം എന്ന തരത്തിൽ പലരും ഇതിനെ ധരിച്ചിട്ടുണ്ട്. ശരിയാണ്, മഹാത്മാഗാന്ധി അവർക്കിഷ്ടമല്ലാത്ത ഒരു പേരാണ്. ഇവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ നിലപാട് പിന്തുടർന്ന ഒരാളാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് എന്ന് നമുക്കറിയാം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ആളിന്റെ രാഷ്ട്രീയത്തിന്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള നിയമമെന്ന് പറഞ്ഞാൽ ഗ്രാമീണ ജനതയ്ക്കെതിരായ നഗ്നമായ ഒരു യുദ്ധമാണ്. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഇത് വ്യക്തമാകും. ഇപ്പോ ഈ പുതിയ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത് നടപ്പാക്കുന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മേലാണ്. സാമ്പത്തിക ചെലവ് മുഴുവൻ കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇപ്പൊ 40% സാമ്പത്തിക ചെലവും സംസ്ഥാനങ്ങൾ വഹിക്കണം. ഇത് ഒരു ഭാഗം മാത്രമാണ്. ഈ പദ്ധതി എവിടെ നടപ്പാക്കണമെന്നത് കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പ്രദേശ ജനങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യത്തിന്, തൊഴിലുറപ്പ് പദ്ധതിയുടെ ആനുകൂല്യത്തിന് അവകാശമുള്ളത്. ഉദാഹരണത്തിന് അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തു എന്ന് വെക്കുക. ഇത് കേരളത്തിലെ 2 ജില്ലകൾ, പാലക്കാട്, വയനാട്, ഈ 2 ജില്ലകളിലേ ഉള്ളൂ. ഈ 2 ജില്ലകളിലും 2 ബ്ലോക്ക് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാം. അട്ടപ്പാടി ബ്ലോക്കിൽ പാലക്കാട് ജില്ലയിൽ, വയനാട്ടിൽ വേറൊരു ബ്ലോക്കിൽ. ഇവിടെയാണ് നടപ്പിലാവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ തൊഴിൽ ചെയ്യാൻ, അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആര് എവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞങ്ങൾക്ക് പങ്കാളിയാകണമെന്ന് ആവശ്യപ്പെട്ടാലും ഈ നിയമമനുസരിച്ച്, നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കണം. തൊഴിൽ കൊടുത്തില്ലെങ്കിൽ തത്തുല്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതാണ് നിലവിലുള്ള നിയമം. അത് മാറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏതെല്ലാം പ്രദേശത്ത് നോട്ടിഫൈ ചെയ്യുന്നു അവിടെയുള്ളവർക്ക് മാത്രമേ ഇതിന്മേൽ അവകാശം ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിൽ ഇത് വലിയൊരു ഇരുട്ടടിയാണ്. ഗ്രാമീണ ദരിദ്രരുടെ ജീവിതത്തിന് അല്പം ആശ്വാസം നൽകിയിരുന്ന ഒരു പദ്ധതി ഇടതുപക്ഷം വലിയ തോതിൽ ഇടപെട്ടതിന്റെ ഫലമായി UPA ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി. ആ പദ്ധതി നിഷ്കരുണം തകർക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കും, ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരുടെ വീടുകളിൽ RSSഉം സംഘപരിവാറിന്റെ ആളുകളും പോയിട്ട് പ്രചരിപ്പിക്കുന്നത് 100 ദിവസമെങ്കിലും തൊഴിൽ കൊടുത്തിരിക്കണമെന്നുണ്ടായിരുന്ന നിയമം 125 ദിവസം തൊഴിൽ കൊടുത്തിരിക്കണമെന്ന നിലയിൽ ഞങ്ങൾ ഇതാ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 100 തൊഴിലിന്റെ സ്ഥാനത്ത് 125 ദിവസം നിങ്ങൾക്ക് തൊഴിൽ കിട്ടാൻ പോകുന്നു. പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേന്ദ്ര കമ്മിറ്റി വളരെ ഗൗരവമായി ചർച്ച ചെയ്തു. ലേബർ കോഡുകൾ തൊഴിലാളി വർഗത്തിനെതിരാണ്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കർഷകർക്ക് കിട്ടുന്ന വിദ്യുത് ശക്തി സബ്സിഡി ഇല്ലാതാക്കുന്നതാണ് വിദ്യുത് ശക്തി ബില്ല്. കൺസ്യൂമേഴ്സിന് കിട്ടുന്ന, ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വിദ്യുത് ശക്തി ബില്ലിലൂടെ ഈ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും വിദ്യുത് ശക്തി ഉപയോഗിക്കുന്നവരെല്ലാം
മോഡി ഗവൺമെന്റിന്റെ നയങ്ങളിലൂടെ കടന്നാക്രമിക്കപ്പെടുകയാണ്. വിത്ത് ബില്ല് കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമാണ്. അതിന് പുറമെ ശാന്തി എന്നെല്ലാമുള്ള വ്യാജ നാമധേയം ഇട്ടുകൊണ്ട് ന്യൂക്ലിയർ എനർജി മേഖലയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി വിദേശ കുത്തകകൾക്കും സ്വദേശി കുത്തകകൾക്കുമെല്ലാം ന്യൂക്ലിയർ ആണവോർജ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവകാശം നൽകുകയാണ്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേക തരത്തിൽ സംഘടിപ്പിച്ചെടുത്ത വിജയത്തെ തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി മോഡി ഗവൺമെന്റ് കടന്നാക്രമണം നടത്തുകയാണ്. അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമ്പോൾ എങ്ങനെ മറ്റ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് നേരെ നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സുഹൃത്തായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടത്തി, വെനസ്വേലയ്ക്കെതിരെ ആക്രമണം നടത്തി, ആ വെനസ്വേലയുടെ രാഷ്ട്രപതിയെയും അവരുടെ പത്നിയെയും പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ ഒരു വിചാരണ പ്രഹസനം നടത്തുകയാണ്. അപ്പൊ ലോകതലത്തിൽ ട്രംപ് എന്ത് തരത്തിലുള്ള കടന്നാക്രമണമാണോ നടത്തിയത്, ഇന്ത്യക്കുള്ളിൽ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ഗ്രാമീണ ജനർക്കുമെതിരെ അതേ തരത്തിലുള്ള കടന്നാക്രമണം നരേന്ദ്രമോദി നടത്തുകയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ വ്യക്തമായത്. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളാകെ അട്ടിമറിക്കപ്പെടുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ സമയം ചുരുക്കുമ്പോൾ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. ഗവൺമെന്റിന്റെ നടപടികളെ പരിശോധിക്കാനും വിമർശിക്കാനും അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഉള്ള അവകാശമാണ് ജനപ്രതിനിധി സഭകളുടെ ജനാധിപത്യ പ്രക്രിയയിലെ അവകാശം. ആ അവകാശം മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇച്ഛിക്കുന്ന നിയമങ്ങളെല്ലാം ബുൾഡോസ് ചെയ്ത് പാർലമെന്റിൽ ചർച്ച കൂടാതെ പാസ്സാക്കി എടുക്കുന്ന ഒരു രീതിയിലേക്ക് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളുകൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വ്യാപിക്കുകയാണ്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ നടക്കുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ ക്രിസ്മസിന്റെ അടുത്ത നാളുകളിൽ നടന്ന ആക്രമണവും രാജ്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. സ്ത്രീകൾക്കും ദളിതർക്കും ആദിവാസികൾക്കും എതിരായി വർദ്ധിക്കുന്ന ആക്രമണങ്ങളും അവ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെ അട്ടിമറിക്കാനും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള RSS BJP ശ്രമങ്ങളുടെ തുടർച്ചയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക 370 വകുപ്പെല്ലാം ഭരണഘടനയിൽ നീക്കം ചെയ്തുകൊണ്ട് അവിടെ സമ്പൂർണ്ണ സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായ അനുഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പൊതുവിൽ രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച അവലോകന പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് പുറമെ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയും അവിടുത്തെ ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉടനടി പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രമേയം, അത് വളരെ പരിമിതികളോടും കൃത്രിമങ്ങളോടും കൂടി നടന്നിട്ടും CPIM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് മുഹമ്മദ് താരിഗാമി ആണ് ആ പ്രമേയം കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര കമ്മിറ്റി അത് ഐകണ്ഠ്യേന അംഗീകരിക്കുകയുണ്ടായി. ഫെബ്രുവരി 12-ാം തീയതി ലേബർ കോഡിനെതിരായും അതുപോലെ തന്നെ ജനങ്ങളുടെ മറ്റെല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ഫലത്തിൽ റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും ഫെഡറേഷനുകളുടെയും നേതൃത്വത്തിൽ അഖിലേന്ത്യാ പൊതു പണിമുടക്ക് നടക്കുകയാണ് ഫെബ്രുവരി 12-ാം തീയതി. അതിനെ പൂർണ്ണ വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. തൊഴിലുറപ്പ് നിയമം ഇല്ലായ്മ ചെയ്തതിനെതിരായി വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. ഇതുപോലൊരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കേണ്ട ഗ്രാമങ്ങളിലെ ദരിദ്രരുടെ വീടുകൾ മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളുടെ പ്രവർത്തകരും സന്ദർശിക്കുകയാണ്. ഇപ്പോൾ വീട് കയറുന്ന ഒരു പ്രത്യേക പരിപാടി കേരളത്തിൽ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ പാർട്ടി എവിടെല്ലാം പ്രവർത്തിക്കുന്നു അവിടങ്ങളിലെല്ലാം പാവപ്പെട്ടവരുടെ വീടുകളിലെത്തി എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉന്മൂലനം ചെയ്യുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കം ഗ്രാമീണ ദരിദ്ര ജനതയുടെ ജീവിതത്തെ
നഗ്നമായി കടന്നാക്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ്. RSSകാർ വലിയ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100 ദിവസം 125 ദിവസമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. ഇത് വീട് വീടാന്തരം കയറി വിശദീകരിക്കാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള US കടന്നാക്രമണം, പാലസ്തീനിലെ സ്ഥിതിവിശേഷങ്ങൾ, ഇത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്ത കുറിപ്പിൽ പറയുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 2 വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനം അപമാനകരമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ പദവി ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ആക്രമിക്കപ്പെട്ട വെനസ്വേല ചേരിചേരാ പ്രസ്ഥാനത്തിന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ്. അതിന്റെ ഉച്ചകോടി തന്നെ കാരക്കാസിൽ വെച്ച് മുമ്പ് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദി അന്നതിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും. സോളാർ അലയൻസ് എന്ന ഒരു ആഗോള കൂട്ടായ്മയുണ്ട്. അതിന്റെ സ്ഥാപക അംഗരാഷ്ട്രങ്ങളാണ് ഇന്ത്യയും വെനസ്വേലയും. അതിനു പുറമെ കേന്ദ്ര ഗവൺമെന്റിന്റെ ONGC വിദേശ് എന്ന് പറയുന്ന സ്ഥാപനം വെനസ്വേലയുമായി എണ്ണ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വസ്തുതകൾ. നഗ്നമായ ഒരു ആക്രമണം ഒരു രാഷ്ട്രത്തിന് നേരെ ലോകത്തിന്റെ കൺമുമ്പിൽ നടക്കുക, രാഷ്ട്രത്തലവനെ പിടിച്ചുകൊണ്ട് പോവുക. അപ്പൊ ആഗോള കുറ്റകൃത്യമാണ്, UN ചാർട്ടറിന്റെ ലംഘനമാണ്, ആഗോള നിയമങ്ങളുടെ ലംഘനമാണ്. ഇന്ത്യയെപ്പോലും രാജ്യം അതിനെ അപലപിക്കാതിരിക്കുക എന്ന് പറയുന്നത് മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ ചേരിചേരാ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയ തോതിൽ വെള്ളം ചേർത്തത്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും ഒക്കെ പിന്തുടർന്നിരുന്ന നയം ഉപേക്ഷിക്കുന്നതിന് തുടക്കം കുറിച്ചത് മുഖ്യമായും നരസിംഹറാവുവാണ്. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയുടെ ആ ചേരിചേരാ വിദേശ നയം 3 ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള കാഴ്ചപ്പാട് അത് ഒഴിച്ച് മൂടിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്കയുമായി വ്യാപാര ചർച്ച നടത്തുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര ചർച്ച നടത്തുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ താല്പര്യങ്ങൾ കാസൂക്ഷിച്ചുകൊണ്ട് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. മറ്റ് ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഏറ്റവും പ്രധാനമായി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ബംഗാളി ഇലക്ഷൻ വരുന്നത് കേരളത്തിന്റെ കൂടെയാണ്. ആ സമയത്ത് അപ്പോൾ അവിടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരെയും BJP പരാജയപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഒരു സഖ്യം എന്നുള്ള നിലയിലാണോ കോൺഗ്രസുമായിട്ട് ചേർന്ന് സഖ്യം എന്നുള്ള നിലയിലാണോ? ബംഗാളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ CPIM ഇടത് മുന്നണി എന്ന നിലയിൽ പ്രാഥമിക ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ലെഫ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ലെഫ്റ്റ് ഫ്രണ്ടിൽപ്പെട്ട പാർട്ടികൾ തമ്മിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ലെഫ്റ്റ് ഫ്രണ്ടിൽ ഇല്ലാത്ത ചില ഇടതുപക്ഷ പാർട്ടികളുണ്ട്, ഇടതുപക്ഷ ഇതര പാർട്ടികളുമുണ്ട്. അതിൽ ദിബാങ്കർ ഭട്ടാചാര്യയുടെ പാർട്ടി CPI-ML ലിബറേഷൻ, ആ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തി. ആ പാർട്ടിയും CPM-ന്റെ നേതൃത്വത്തിലുള്ള CPI ഉൾപ്പെടുന്ന ഇടതു മുന്നണിയും തമ്മിൽ സീറ്റിന്റെ കാര്യത്തിൽ സഹകരിച്ചു പോകാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഏതെല്ലാം സീറ്റുകൾ മത്സരിക്കണം, എത്ര സീറ്റ് മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത ഉണ്ടാകാതിരിക്കുന്നത്. അപ്പൊ ഈ ചർച്ച ഘട്ടം ഘട്ടമായി നടക്കുകയാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ യോഗം ചേർന്നിട്ട് എടുത്ത തീരുമാനമുണ്ട്. ഇപ്പൊ ഇല്ല, അതാണ് മുന്നണിക്ക് പുറത്തുള്ള ഇടതുപക്ഷ പാർട്ടി. അവരുമായി ചർച്ച ചെയ്ത് അവരുമായി ഈ തെരഞ്ഞെടുപ്പ് യോജിച്ചാണ് മത്സരിക്കാൻ പോകുന്നത്. അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയും, കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എത്ര സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ഏത് സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ അവരുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബംഗാളിൽ നടന്നു കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ ഒരു സീറ്റ് ദിബാങ്കർ ഭട്ടാചാര്യയുടെ CPI-ML ലിബറേഷന് വിട്ടുകൊടുക്കുകയുണ്ടായി. അവർ മത്സരിച്ചിട്ടുണ്ട്. അപ്പം ഇടതു മുന്നണി ബംഗാളിൽ ചുരുക്കി പറഞ്ഞാൽ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ തൃണമൂൽ കോൺഗ്രസിനെയും BJP-യെയും എതിർക്കാൻ തയ്യാറുള്ള മറ്റു പാർട്ടികൾ എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്താവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പം ആരംഭിച്ചിട്ടില്ല. അത് ഭാവിയിൽ വരേണ്ടതാണ്. അല്ല, ഇന്ത്യ സഖ്യം എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഇന്ത്യ ബ്ലോക്ക് എന്നാണ്. അപ്പൊ ആ ഇന്ത്യ ബ്ലോക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുക. ഇപ്പോ ഡൽഹി
ഇന്ത്യ ബ്ലോക്കിലായിരുന്നു ആം ആദ്മി പാർട്ടി. ഇന്ത്യ ബ്ലോക്കിൽ തന്നെയാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അവ പരസ്പരം മത്സരിച്ചു. BJP മത്സരിച്ചു. ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ആ സംസ്ഥാനത്ത് BJP ഭരണം വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പരസ്പര മത്സരം കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പം അങ്ങനെയുള്ള പല സംഭവവികാസങ്ങളുമുണ്ട്. ഇപ്പൊ ബീഹാറാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം. ബീഹാറിൽ RJDയുടെ നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധൻ എന്നു പേരുള്ള രാഷ്ട്രീയ സംവിധാനം. അതിനകത്ത് RJD ആണ് അതിൻ്റെ നേതാവ്. അതിലുള്ള അംഗ പാർട്ടികളാണ് കോൺഗ്രസ്, ദിവാങ്കർ ഭട്ടാചാര്യയുടെ CPIML, CPI, CPIM, പിന്നെ മറ്റ് ചില പാർട്ടികളുമുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലാണ് BJPക്കെതിരായിട്ടുള്ള ഈ രാഷ്ട്രീയ സംവിധാനം. അവിടെ ഈ പറഞ്ഞ പാർട്ടികളെല്ലാം ഉണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷത അനുസരിച്ചിട്ടാണ് ഈ BJPക്കും BJPയുടെ കൂട്ടുകെട്ടിനും എതിരായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വേദി രൂപപ്പെടുന്നത്. അത് ഓരോ സംസ്ഥാനത്തിലെയും യഥാർത്ഥ സ്ഥിതിയെ ആസ്പദമാക്കിയിരിക്കുന്നു. കോൺഗ്രസുമായി സഖ്യം വേണമോ അണ്ടർസ്റ്റാൻഡിംഗ് വേണമോ എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു നയപരമായിട്ട് ഒരു വ്യക്തത വരും? അല്ല, നയപരമായി ഈ കേന്ദ്ര കമ്മിറ്റി നയപരമായ വ്യക്തത വരുത്തേണ്ട ആവശ്യമില്ല. പാർട്ടി കോൺഗ്രസ് വ്യക്തത വരുത്തി കഴിഞ്ഞതാണ്. പാർട്ടി കോൺഗ്രസ് വരുത്തിയിട്ടുള്ള വ്യക്തത എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിലെയും സാഹചര്യം അനുസരിച്ച് ഇന്ത്യ ബ്ലോക്ക് വികസിപ്പിച്ചെടുക്കണം. BJPയെയും അതിൻ്റെ സഖ്യ പാർട്ടികളെയും തോൽപ്പിക്കുന്നതിന് കോൺഗ്രസിന് പങ്കുവഹിക്കാൻ കഴിയുന്നിടത്ത് അതിനുള്ള സാധ്യത അന്വേഷിക്കണം. പക്ഷെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്ഥിതി അനുസരിച്ചിട്ടാണ്. ഈ ബന്ധമാകട്ടെ സഖ്യമല്ല, ആ സംസ്ഥാനത്ത് നീക്കുപോക്കാണ്. നീക്കുപോക്കുകൾ ഉണ്ടാക്കാം. അല്ല, ഈ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച നിലപാട് തൃണമൂൽ കോൺഗ്രസിനെയും BJPയും പരാജയപ്പെടുത്താൻ ഉതകുന്ന എല്ലാ ശക്തികളുമായിട്ടും ചർച്ചയെ ഒന്നിച്ചേർക്കാൻ പാർട്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ ഈ കോൺഗ്രസും അതിനകത്തേക്ക് വരണ്ടേ? അല്ല, അതെല്ലാം അവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ്. വരണോ വരണ്ടോ എന്നുള്ളത് മറ്റൊരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുകയല്ലേ. ബംഗാൾ ഘടകത്തില് പാർട്ടി ബംഗാൾ ഘടകത്തിലെ കോൺഗ്രസുമായുള്ള സഹകരണത്തിൽ പാർട്ടി ബംഗാൾ ഘടകത്തിന്റെ നിലപാടെന്താണ്? അതിപ്പം പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യാവുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പറയാം. പാർട്ടിയുടെ പൊതു കാഴ്ചപ്പാടിനുള്ളിൽ നിന്നുകൊണ്ടേ കേരളത്തിലായാലും ബംഗാളിലായാലും വേറെ എവിടെ ആണെങ്കിലും പാർട്ടി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് യാതൊരു അവ്യക്തതയും പാർട്ടിയിലില്ല. കേരളത്തിലെ സാഹചര്യത്തിൽ BJPയെ ഫലത്തിൽ ശക്തിപ്പെടുത്താനാണോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് സംശയം തോന്നുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കാൻ വേണ്ടി BJPയും കോൺഗ്രസും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ സവിശേഷത. അത് മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ലീഗും BJPയും എങ്ങനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൈമാറി എന്നതിൻ്റെ ഒരുപാട് വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറകിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ പത്രസമ്മേളനം നടക്കുന്ന ജില്ലയിൽ BJPക്ക് ഒരു നിയമസഭാംഗം ഉണ്ടായിരുന്നു. ആ നിയമസഭാംഗം എങ്ങനെയാ BJPക്ക് ഉണ്ടായത്? ആ സീറ്റിലെ UDFന്റെ വോട്ട് ചോർന്ന് BJPക്ക് എത്തിയത് കൊണ്ടാണ് BJPക്ക് കേരള നിയമസഭയിൽ ആദ്യമായിട്ട് അംഗം ഉണ്ടായത്. CPIM പ്രഖ്യാപിച്ചു, അന്ന് LDFനെ നയിച്ച പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, ആ അക്കൗണ്ട് ഞങ്ങൾ ഇത്തവണ പൂട്ടിക്കും. നിയമത്തെ അത് പൂട്ടിച്ചു. അപ്പൊ കോൺഗ്രസിനും അതിനകത്തൊരു നിലപാടെടുക്കേണ്ടി വന്നു. കോൺഗ്രസും UDFും അവരുടെ വോട്ട് പിടിച്ചു, CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ വോട്ട് പിടിച്ചു, LDF അവിടെ ജയിച്ചു. ഇല്ലേ? നിയമത്തെ കണ്ടതാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു സീറ്റുണ്ട്. എവിടെയാണ് BJP ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ജയിച്ചത്? കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ജയിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് അതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടിൽ 80,000-ലധികം വോട്ട് അവർക്ക് കുറഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യമാണ്. അപ്പോഴാണ് വസ്തുതാവിരുദ്ധമായതെന്തും വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത കേരളത്തിലെ UDFന്റെ ചില നേതാക്കന്മാർ CPMഉം BJPയും തമ്മിൽ അന്തർധാരയാണ് എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത്.
ഏറ്റവും ചുരുങ്ങിയ കണക്ക് കൂട്ടാൻ അറിയാവുന്ന കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും എങ്ങനെയാണ് അസംബ്ലിയിലും പാർലമെന്റിലും BJPക്ക് കോൺഗ്രസും UDFും മുസ്ലിം ലീഗും കേരളത്തിൽ സീറ്റ് ഉണ്ടാക്കി കൊടുത്തത്. അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആവശ്യം പോലെ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം യോജിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാകാനും മുനിസിപ്പൽ ചെയർമാനാകാനും ഒക്കെയുള്ള ഇടപാടുകൾ എവിടെത്രയൊക്കെ നടന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. ഗോവിന്ദൻ മാഷ് പലതവണ നിങ്ങളുടെ മുമ്പിൽ അത് വിവരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. കേരളത്തിലെ CPMന്റെ ഒരു സഞ്ചാരം ഒരു മൃദുദുരന്തത്തിലേക്കാവുന്ന രീതിയിലുള്ള സഞ്ചാരം കേന്ദ്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആഖ്യാനം നടത്താൻ വളരെ ആസൂത്രിതമായൊരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ കൺമുമ്പിലാണ് ഈ BJPക്ക് പാർലമെന്റ് അംഗത്തെ ജയിപ്പിച്ചു കൊടുത്തത്. CPM ആണോ ജയിപ്പിച്ചു കൊടുത്തത്? ആ തൃശ്ശൂർ മണ്ഡലത്തിൽ തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 16,000 വോട്ട് കൂടുതലാണ് CPI സ്ഥാനാർത്ഥിക്കുള്ളത്, LDFന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞ കണക്ക്? ശരിയാണല്ലോ. അവിടെ കോൺഗ്രസിന് കുറഞ്ഞ വോട്ടാണ് BJP സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമായത്. അപ്പൊ ആർക്കാ മൃദുഹിന്ദുത്വം ഉള്ളത്? ഞങ്ങളെ മൃദുഹിന്ദുത്വം ആരോപിക്കുന്നവർക്ക് ദൃഢഹിന്ദുത്വമാണുള്ളത്. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് മൃദുഹിന്ദുത്വം ഉണ്ടെന്ന് ആരോപിക്കുന്നവര് ഹിന്ദുത്വയുടെ രാഷ്ട്രീയ പ്രതിനിധികളെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ജയിപ്പിച്ചു വിടുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായോ എന്ന് മനസ്സിലാക്കും. സമുദായത്തിന് ഭൂരിപക്ഷമുള്ളവർ മാത്രം ജയിക്കും. ഉത്തർപ്രദേശും മധ്യപ്രദേശും പോലെ കേരളത്തെ ആക്കാനാണ് ശ്രമം. ഇതാണ് സജി ചെറിയാന്റെ പ്രതികരണം. ഇതൊക്കെ അല്ലേ ഈ മൃദുഹിന്ദുത്വം എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്നത്? സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ ആകത്തുക കേരളത്തിലും വർഗീയ രാഷ്ട്രീയം കടത്തിവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ്. അതിന് ഉപയോഗിച്ച ഭാഷയും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കധികം പിടിപാടില്ല. കേരളത്തിൻ്റെ ഒരു സൽപ്പേരുണ്ട്. ആ സൽപ്പേര് നമ്മുടെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ വേണ്ടത്ര വരുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലൊരു വർഗീയ ലഹള നടന്നിട്ടില്ല. നിങ്ങൾക്ക് എത്ര ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ച് അത് പറയാൻ കഴിയും? 10 വർഷം കേരളത്തിൽ വർഗീയ ലഹള നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് LDFന് മാത്രം അവകാശപ്പെട്ടതല്ല, അങ്ങനെ ഞങ്ങൾ പറയില്ല. പക്ഷെ അതിൽ LDF വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും അങ്ങനെ പലരും നവോത്ഥാന നായകന്മാർ, ഇവരെല്ലാം ഉഴുതുമറിച്ചിട്ട മണ്ണിനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ മതനിരപേക്ഷതയുടെ ഒരു നാടാക്കി അടിയുറപ്പിച്ച് നിർത്തി. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷത്തിനും ഒരു പങ്കുണ്ട്. അത് ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ റിട്ടയർമെന്റ് എല്ലാം കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി വരുന്നത് കേരളത്തിലാണ് എന്നാണ്. കാര്യം സമാധാനത്തോടുകൂടി പോയി ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് കേരളമാണ് എന്ന് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്നില്ലേ? അത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു തരത്തിലുള്ള വർഗീയ ലഹളയും നടത്താൻ പറ്റാത്ത നാടായിട്ട് കേരളത്തെ സൂക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. എന്നാൽ വർഗീയമായും ജാതീയമായും വിലപേശുന്ന ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് 4ാം മന്ത്രിസ്ഥാനം വേണം എന്നോ, 4ാം മന്ത്രിസ്ഥാനമാണോ 5ാം മന്ത്രിസ്ഥാനമാണോ? 5. ഒരു ഘട്ടത്തിൽ ചർച്ച അതായിരുന്നില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ ആ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ജാതിയും ഉപജാതിയും മതവും ആരെങ്കിലും എണ്ണാറുണ്ടോ? അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും വലിയ സംഭാവനയാണത്. നിങ്ങൾ മാധ്യമങ്ങൾ അതിന്റെ കണക്കെടുക്കാറില്ല. കാരണം LDF ഗവൺമെന്റിൽ മന്ത്രിസഭ രൂപീകരിക്കുമ്പം അങ്ങനെയുള്ള അന്വേഷണമൊന്നും അവർ നടത്തില്ല. എന്നാൽ ഇതാണോ UDFന്റെ കാലത്തെ സ്ഥിതി? UDFന്റെ കാലത്തെ സ്ഥിതി ഇതല്ല. UDFന്റെ കാലത്തെ സ്ഥിതി ഇതല്ല എന്ന് പറയുമ്പോൾ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഈ ജാതിയും മതവും ഉപജാതിയും നോക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഒന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു കോർപ്പറേഷൻ മേയർ തന്നെ പ്രസ്താവിച്ചത്. ഏത് മേയറാന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ശക്തിയാണ് ഞാൻ മേയറായതിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞില്ലേ കേരളത്തിലൊരു മേയർ?
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന്റെ ഏതെങ്കിലും ഒരു മേയർ അങ്ങനെ പറയുമോ? പറയില്ല. അപ്പൊ ജാതി മത യാഥാർത്ഥ്യമുണ്ട്. പലരും ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവരാണ്. പക്ഷെ രാഷ്ട്രീയം നിർണയിക്കുന്നത്, രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തങ്ങൾ വരുന്നത്, ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറെ ഭാരവാഹികളെ നിയമിച്ചു. ആ പാർട്ടി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയല്ല. കേരളത്തിലെ ആ പാർട്ടിയുടെ കുറെ ആളുകൾ ഒരുമിച്ച് ചേർന്നിരുന്ന പോലും അവരുടെ ഒരു തീരുമാനം പോലെയല്ല വരുന്നത്. പിന്നെയോ ജനാധിപത്യ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും ഭാരവാഹികളെ. ആ പ്രഖ്യാപിക്കുന്ന ഭാരവാഹി പട്ടികയുടെ ഒരു പ്രത്യേകത എന്താ? ജാതി ഉപജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി വീതിച്ചാണ് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത് ആ പാർട്ടി. ഇതാണ് നമ്മുടെ നാടിനെ, കേരളത്തെ കേരളമല്ലാതാക്കുന്നത്. അല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കേരളത്തിലെ ഏറ്റവും ഉടുപ്പൊക്കെ തയ്പ്പിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, ഭരണം മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉടുപ്പ് തയ്പ്പിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് കൊടുക്കുകയാണ്. ഓ, ഇന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളെടുത്തു, അപ്പൊ ഇനി അടുത്ത ഈ സ്ഥാനത്തേക്ക് മറ്റേ വിഭാഗത്തിൽപ്പെട്ട. അപമാനകരമല്ലേ ഇത്? അങ്ങനെ പറയുമ്പോൾ പോലും സാധാരണഗതിയിൽ മതസംഘടനാ നേതാക്കളടക്കം ആര് കേരളത്തിൽ വർഗീയത പറഞ്ഞാലും അതിന് മറുപടി കൊടുക്കുന്ന, അതിനെതിർ നിലപാട് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് CPM-നുള്ളത്. അത് മൺമോഹൻ നേതാക്കളായിക്കോട്ടെ, ഇപ്പോഴുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളായിരിക്കും. പക്ഷെ ഈ അടുത്ത കാലത്ത് വളരെ രൂക്ഷമായ വർഗീയ പരാമർശം നടത്തുന്ന മതസംഘടനാ നേതാക്കളെ തള്ളി പറയുന്നില്ല എന്ന് മാത്രമല്ല, ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് CPI-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് കാണും. അത് വലിയ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ കേരളത്തിന്റെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗോവിന്ദമാഷ് ഞാനുമൊക്കെ പറഞ്ഞിട്ടുള്ളതിന് പുറമെയാണ്. ഇനി ഏതാണ്ടല്ല ആയെന്ന് തോന്നുന്നില്ലേ? അല്ല, അതിനകത്ത് ഒരു പ്രധാന പ്രശ്നമുള്ളത്, ഇപ്പം CPM BJP എല്ലാം ഒരേ ലൈനിലാണ് സംസാരിക്കുന്നത്. ഒരു ഹിന്ദുത്വ വോട്ടുകളിലേക്ക് പോരട്ടെ, അതിനെ വെള്ളാപ്പള്ളി നടേശനും ഇപ്പൊ സുകുമാരൻ നായർ വന്ന് ഇടതുപക്ഷത്തെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഈ ഒരു പൊളിറ്റിക്സ് കേരളത്തിന്റെ ഭാവിക്ക് എത്രത്തോളം ഗുണകരമാണ്? യഥാർത്ഥത്തിൽ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് കേരളത്തിലെ UDF-ഉം BJP-യുമാണ്. പിണറായി വിജയനെയും CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആക്രമിക്കുന്നത് ഈ രണ്ട് കൂട്ടരും ഒരേ സ്വരത്തിലാണ്. അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ വെച്ചൊരു സാംസ്കാരിക കോൺഗ്രസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്നു. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്കൂ. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം പിന്നെ തൃശ്ശൂരിൽ വെച്ച് സ്കൂൾ യുവജനോത്സവം നടന്നില്ലേ? ഇന്ന് തിരിയാണ്. അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയല്ലേ ചെയ്തത്. കൊച്ചിയിൽ നടന്ന പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള ആഖ്യാനം അത് ബോധപൂർവം ചിലർ നടത്തുന്നുണ്ട്. അത് തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾക്കുണ്ട് എന്നുള്ളതിനകത്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഈ NSS SNDP-യും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ CPIM-നെ ആരാണ് നയിക്കാൻ പോകുന്നത്? അതിന്റെ പ്രചരണം ആരായിരിക്കും നയിക്കുന്നത്? ഒന്ന്, ഈ പിന്നെ NSS-ഉം SNDP യോഗവും യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ യോജിച്ച് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. യോജിച്ചാണെങ്കിലും യോജിക്കാതെ ആണെങ്കിലും എന്താണ് അവർ പ്രവർത്തിക്കുന്നത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് നയിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തുന്ന നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ഉള്ളപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പോരാട്ടത്തെ നയിക്കുക പിണറായി വിജയനായിരിക്കും. അതോടൊപ്പം ഈ പാർട്ടിയിലും മുന്നണിയിലും ഒരാളല്ല, പല പാർട്ടികൾ ചേർന്ന മുന്നണിയാണ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഈ LDF പോരാട്ടത്തിൽ അവരെല്ലാം നായകസ്ഥാനത്ത് തന്നെ ഉണ്ടാവും.
അതിനകത്ത് ജോസ് കെ മാണി ഉണ്ടാവും, ബിനോയ് വിശ്വം ഉണ്ടാവും, ബാക്കി എല്ലാവരും ഉണ്ടാവും. LDF-ന്റെ ഘടക പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടാവും. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉണ്ടാവും. സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ വരും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയല്ല, ഇതൊരു മുന്നണിയാണ്. ആ മുന്നണിയിലെ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ആ സഖാവ് പിണറായി വിജയൻ ഇതിന്റെ സമർത്ഥനായ, കാര്യക്ഷമതയുള്ള, ജനകീയനായ നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ഒട്ടുതിരിഞ്ഞുള്ള ആക്രമണം നടത്തുന്നത്. അതും അറിയുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഈ ടേം വ്യവസ്ഥ തുടർച്ചയായി 2 തവണ മത്സരിച്ചവരെ മത്സരിപ്പിക്കേണ്ടി വരിക, അതേപോലെ തുടർഭരണം വന്നപ്പോൾ കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം വെച്ചവരെ മാറ്റി നിർത്തി, അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ കൊണ്ടുവരും. ഈ ടേം വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്ത് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുക. എന്നാൽ ഈ വ്യവസ്ഥകൾ ഒരു കാലത്ത് കൊണ്ടുവന്ന വ്യവസ്ഥകൾ അതേപടി വീണ്ടും തുറന്നുകൊള്ളണമെന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിനെയും അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ എന്താണ് സാഹചര്യം എന്നുള്ളത് വിലയിരുത്തി ആ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുയോജ്യമായി വേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണോ ആ വ്യവസ്ഥകൾ ഉണ്ടാവും. അല്ല, അതല്ല ഇനി തീരുമാനിക്കാൻ. ചോദ്യം നിങ്ങളിങ്ങനെ പോസ്റ്റ് നിങ്ങൾ മാറ്റരുത്. നിങ്ങൾ ചോദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് നയിക്കും, അതിന് നേതാക്കന്മാരുണ്ട്. എന്നാൽ അതിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം, തലമുതിർന്ന നേതാവ് സഖാവ് പിണറായി വിജയനാണ്. കോൺഗ്രസ് UDF-ലേക്ക് വരുമ്പോൾ UDF സ്ഥാനാർത്ഥികളല്ല CPM പറയുന്നത്. UDF-ൽ 4-5 മുഖ്യമന്ത്രി പ്രേമികളുണ്ട്, അവരെല്ലാം മത്സരിക്കാൻ അവരായിരിക്കും അവർക്കുള്ള സപ്പോർട്ട് CPM പറയുന്നത്. LDF-ലേക്ക് വരുമ്പോൾ ഈ 150 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് അവരെ നയിക്കുന്ന ആരെന്ന ചോദ്യമാണ് വരുന്നത്. അപ്പൊ ആ ചോദ്യം വരുമ്പോൾ അത് പ്രചാരണ രീതിയിലാണ് അങ്ങേക്കുള്ള നേതാക്കൾ മറുപടി വരുന്നത്. അപ്പം 140 സ്ഥാനാർത്ഥികളെയും ആര് നയിക്കുമെന്നാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞല്ലോ ഈ UDF-ൽ ഒരുപാട് മുഖ്യമന്ത്രി പ്രേമികളുണ്ടെന്ന്. അത് വളരെ സത്യസന്ധമായ ഒരു പ്രഖ്യാപനമാണ്. ആ സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രേമികളാണ്, ജനപക്ഷ രാഷ്ട്രീയ പ്രേമികളാണ് LDF-ലുള്ളത്. അതിൽ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ആരേറ്റെടുക്കണം എന്നുള്ളത് ആ ചോദ്യം LDF-ന്റെ മുമ്പിലും CPIM-ന്റെ മുമ്പിലും ഉയർന്നു വരുമ്പം അന്നേരം ഞങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. മുൻകൂട്ടി ഉത്തരം കണ്ടെത്തി പോകേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ LDF കൂട്ടായിട്ട് നയിക്കും. അതിന്റെ നേതാക്കന്മാരെല്ലാം ഉണ്ടാവും, ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും. അതിലെ ചില പേരുകൾ ഞാൻ പറഞ്ഞു. ആ നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വ നിരയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നയിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹമായിരിക്കും. മറ്റു ചോദ്യങ്ങൾ ഇനി ഓരോന്നും നിങ്ങൾക്കുണ്ടാവും. അദ്ദേഹം മത്സരിക്കുമെങ്കിൽ ഏത് മണ്ഡലമാണ്, മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷം കിട്ടിയ മുഖ്യമന്ത്രിയാവൂ. ഇതെല്ലാം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പാർട്ടിയും മുന്നണിയും കാണേണ്ട ഓരോ ഘട്ടത്തിലും ഞങ്ങൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തും. പിണറായി വിജയൻ തന്നെയായിരിക്കും പ്രചരണം നയിക്കുക. ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കും. പ്രചരണം മാത്രമേ പിണറായി നയിക്കുന്നുള്ളൂ, അതോ ബാക്കി കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരണം മാത്രമേ പിണറായി നയിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിൽ അതിനെ വളച്ചൊടിക്കാം. എൻ്റെ അടുത്ത് ചോദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും, അത് സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകണം എനിക്ക് തീരുമാനിക്കാൻ പറ്റും ഒറ്റയ്ക്ക്. ഗോവിന്ദൻ മാഷ്ക്ക് ഞങ്ങൾ യോഗം കൂടേണ്ടി വരും, യോഗം കൂടി തീരുമാനമെടുക്കും. അത് നിങ്ങൾക്കെല്ലാം സ്വീകാര്യമായ തീരുമാനം തന്നെയായിരിക്കും ഞങ്ങൾ എടുക്കുക. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരിക്കലുമില്ല, 57-ലും ഇല്ല. 57-ൽ EMS മുഖ്യമന്ത്രിയായിരുന്ന ചർച്ചകളെ കുറിച്ചൊക്കെ പലരും ഇപ്പം ചരിത്രം അയവിറക്കിക്കൊണ്ട് പറയാറില്ലേ. അങ്ങനെയാണ്. സാധാരണ ഈ ചോദ്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അങ്ങനോട് ചോദിക്കാൻ കാരണം PB-യിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുക സ്വാഭാവികമായിട്ടും PB ആണ്. അപ്പൊ PB അംഗമാണ് പിണറായി വിജയൻ എന്നതുകൊണ്ടാണ് ഈ ചോദ്യം അങ്ങോട്ട് വരുന്നത്. PB-യിൽ നിന്ന് ആരൊക്കെ ആയിരിക്കാം മത്സരിക്കുക, PB-യിൽ നിന്ന് മത്സരിക്കുന്നവർക്ക് ടേം ഉണ്ടോ, അതിനകത്ത് PB തീരുമാനമെടുക്കും. അത് PB ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ
നിങ്ങൾക്കും അറിയാൻ അവസരം ഉണ്ടാവും. ടേമിൽ ഇളവിന്റെ പ്രപ്പോസൽസ് ഉണ്ടോ? ടേമിൽ ഇളവിന്റെ കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാവണം എന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അത് സത്യമാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു പ്രസംഗം നടത്തി. മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ വക്താവിന് വർഗീയത ഒരു ബന്ധവും ഇല്ല എന്ന ഇവിടെ സാന്തോഷത്തിന്റെ പരിപാടി. അതേസമയം വലിയ ചർച്ചയാണ് പറവൂരിൽ ഉൾപ്പെടെയുള്ള ജയത്തെ ചർച്ച. എന്താ വസ്തുത പ്രതിപക്ഷ നേതാവിന്റെ ഈ പുസ്തകത്തെ കുറിച്ച് എങ്ങനെ കാണുന്നു? മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയൊക്കെ അദ്ദേഹം അവകാശപ്പെടട്ടെ. എൻ്റെ മാന്യ സുഹൃത്താണ് ശ്രീ വി ഡി സതീശൻ. പക്ഷെ അദ്ദേഹം ഏതോ ഒരു ചടങ്ങിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി തൊഴുതു നിൽക്കുന്നൊക്കെ ആയിട്ടൊരു രംഗം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. അതോ പിന്നെ എൻ്റെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പോരായ്മ ഉള്ളത് കൊണ്ട് സംഭവിച്ചതാണോ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ ഒരു വസ്തുതയുണ്ട്. ഇതൊന്നും CPIM-നോ ഇടതുപക്ഷത്തിനോ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ സംയമനം പിന്തുടർന്നവർക്കോ ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതെല്ലാം കൂസലില്ലാതെ ചെയ്തിട്ടാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ച് പറയേണ്ടതാണ്. എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചില മണ്ഡലങ്ങളിൽ നടക്കുന്നത്? എന്താണ് അത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടക്കാറുണ്ട്. അതൊക്കെ ചില വളരെ വ്യക്തമായ ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ ജയത്തെക്കാളും വലിയൊരു കാര്യമില്ല. എങ്ങനെ ജയിച്ചാലും വിജയം തന്നെയാണ്. പക്ഷെ നീതിരഹിതമായ ജയം, അവസരവാദപരമായ സഖ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള ജയം. തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് BJP-യുടെ ഒരു MLA വരിക എന്നുള്ളതായിരുന്നു 1991 ധാരണ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ട്. കരുണാകരന്റെ നേതൃത്വത്തിൽ 1991 1987 ജയിച്ചിട്ട് ഒരു വർഷം നേരത്തെയാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇല്ല. അപ്പോ ഇവിടെയാണ് ഒരു ആളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് അദ്ദേഹത്തെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് BJP-ക്ക് വേണ്ടി. നിങ്ങൾക്ക് BJP-ക്ക് നിയമസഭയിൽ ആരും ഉണ്ടായിട്ടില്ല അതുവരെ. പിന്നെ UDF-ന്റെ നേമത്തെ സ്ഥാനാർത്ഥിയെ ബലി കൊടുത്തിട്ടാണ് വന്ധ്യവയോധിനായ BJP-യുടെ ഒരാൾ നിയമസഭയിലേക്ക് ആദ്യം വരുന്നത്. അത് പിന്നീട് സംഭവിച്ചതാണ്. ഇത് കൃത്യമായി തീരുമാനിച്ചതാണ്. 2 സീറ്റിൽ പരസ്യമായിട്ടാണ്. പാർലമെന്റ് സീറ്റിൽ രത്നസിംഗ് വടകരയിൽ നിന്ന് BJP-യുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതു സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനെതിരായിട്ട്. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ BJP-യുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പൊതു സ്ഥാനാർത്ഥി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ഡോക്ടർ മാധവൻകുട്ടി. ഇതൊക്കെ മറന്നുപോകാൻ കഴിയൂ? അപ്പൊ നഗ്നമായി ഇത്തരം സഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിച്ചു നോക്കിയവരാണ്. ഒരു അസംബ്ലി മണ്ഡലവും ഒരു പാർലമെന്റ് മണ്ഡലവും BJP-ക്ക് തീരെഴുതി കൊടുത്തവരാണ്. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര എന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരി, വളരെയധികം സന്തോഷം. ഒരു കാര്യം കൂടി, ഇത് UP-യിലെ കാൺപൂരിൽ വെച്ചിട്ട് നെടുമങ്ങാട് സ്വദേശിയായിട്ടൊരു സുവിശേഷ പ്രവർത്തകനായ പാസ്റ്ററെ കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തു. അയാളെ ഇപ്പോ കാൺപൂർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടു. അയാളെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംഘടിത മതപരിവർത്തനത്തിന് കൂട്ടാളികളായി പ്രവർത്തിച്ച പുരോഹിതന്മാരുടെ പേര് കൂടി പറയണമെന്നാണ് മൊഴിയെടുപ്പിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പാസ്റ്റർമാര് സുവിശേഷ പ്രവർത്തകർ പറയുന്നത്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിൽ നിയമസഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാർട്ടി ഇടപെടൽ ഉണ്ടാകും? പാർട്ടി ഇടപെടൽ ഉണ്ടാവും. ഇത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ബൈബിള് കൈവെക്കുന്നത് ഒരു കുറ്റകൃത്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഖുറാൻ കയ്യിൽ വെക്കുന്നത് കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. ഈദ് മുബാറക് സന്ദേശം അയക്കുന്നത് കുറ്റകൃത്യമായിരിക്കുകയാണ്. ക്രിസ്മസ് സന്ദേശം അയക്കുന്നത് കുറ്റകൃത്യമായിരിക്കുകയാണ്. സ്റ്റാൻ സ്വാമിക്ക് എന്താ പറ്റിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത്യന്തം അപകടകരമായ നിലയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലുള്ള പ്രശ്നം, ഇതിനെതിരായി രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും എല്ലാം പോരാട്ടം നടത്തേണ്ട സെക്കുലർ എന്ന് നിർവചിക്കപ്പെടുന്ന പല പാർട്ടികളും അവയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് MLA പറഞ്ഞത് പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ പത്രങ്ങളിൽ വന്നു, ഇന്ന് ചില മലയാള പത്രങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഗോത്രവർഗത്തിലും ആദിവാസി വിഭാഗത്തിലും ഒന്നും പെട്ട സ്ത്രീകളൊന്നും ഒരു സൗന്ദര്യമുള്ളവരല്ല. പക്ഷെ എന്നാലും അവർക്ക് നേരെ ബലാത്കാരം നടത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അത് ഞങ്ങളുടെ ഒരു ആത്മീയ ശുദ്ധീകരണത്തിന് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് ഭ്രാന്താണോ? പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ MLA ആണ്. അപ്പൊ ഇത് ഉത്തരേന്ത്യയിൽ ഇതൊരു പാർട്ടിയെ വിമർശിക്കാനല്ല ഞാൻ ഉപയോഗിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിട്ട്, സ്ത്രീകളെ കടന്നാക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതിനെതിരായിട്ട് ഉറച്ച നിലപാട് പൊതുപ്രവർത്തകരെടുക്കണ്ടേ? ജനപ്രതിനിധിയാണ് ഈ പറഞ്ഞ അസംബന്ധം പറയുന്നത്. അതിനുമുമ്പ് മോഹൻ ഭഗത്ത് പറഞ്ഞു, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു RSA എന്താ
സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നത് കൊണ്ടാണ്. പറഞ്ഞിട്ടില്ലേ? അതിനെതിരായിട്ട് ഉറച്ച നിലപാടെടുക്കട്ടെ. അതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ് ഈ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്നിപ്പോ ദ ഹിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ റിപ്പോർട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു. ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആശയപ്രകാശന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും ബോധവതികളാവുകയും പൊതു നിലപാടെടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ ക്ഷമാപൂർണമായ സഹകരണത്തിന് നന്ദി പറയുന്നു. ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഭാഷ ഇനി നിങ്ങൾക്ക് കിട്ടുമല്ലോ അധികം വൈകാതെ, അല്ലേ? ആഴ്ചയിലൊരു തവണ, ആഴ്ചയിലൊരു ദിവസം. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുമുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ശരി, താങ്ക് യു.